Hello dears, welcome to GSPED classes. I am Radhika. Gender School and Society എന്ന കോഴ്സിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ് എന്ന യൂണിറ്റ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ജെൻഡർ ഐഡന്റിറ്റി, അതിന്റെ സോഷ്യലൈസേഷൻ എന്താണ്, എങ്ങനെയാണ് സൊസൈറ്റി നമ്മളിൽ ഈ ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടാക്കി തരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Unit 1 covers sex versus gender, gender roles shaped by family, caste, religion, etc. Unit 1 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? What is sex and gender? Okay, difference between sex and gender. അതുപോലെ തന്നെ gender roles shaped by family, caste, religion. ഇതൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജെൻഡർ റോൾസ് എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു റോൾ, അവർക്ക് ഓരോരോ കാര്യങ്ങൾ സൊസൈറ്റി പറഞ്ഞിട്ടുണ്ട് ഇവരിങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ അതിനെയാണ് നമ്മൾ ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്കസ്ഡ് ജെൻഡർ ഡിസ്പാരിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ഔട്ട്സൈഡ് സ്കൂൾ സെറ്റിംഗ്. സ്കൂളിന് പുറത്തുള്ള ഈ ഒരു ജെൻഡർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞത്. ഇനി സെക്കൻഡ് യൂണിറ്റിൽ എന്താണ്? ഇറ്റ് ഫോക്കസസ് ഓൺ ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ. ജെൻഡർ ഐഡന്റിറ്റി അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സൊസൈറ്റിയിലേക്ക് നമ്മൾ അഡാപ്റ്റഡ് ആവണമെങ്കിൽ നമ്മൾ ഈ ക്വാളിറ്റി, സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാളിറ്റികളൊക്കെ നമുക്ക് ഉണ്ടായാൽ മാത്രമാണ് സൊസൈറ്റി നമ്മളെ അംഗീകരിക്കൂ. ഓക്കെ, പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട്. ഈ നിയമങ്ങളെല്ലാം പാലിക്കുന്നവരാണ് യഥാർത്ഥ പുരുഷൻ. ഓക്കെ, then topics include school peers, teachers, curriculum and textbooks. പിന്നെ അതുപോലെ തന്നെ ഈ ജെൻഡർ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റു പല ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്കൂൾ, പിയേഴ്സ്, നമ്മളെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, കരിക്കുലം, ടെക്സ്റ്റ് ബുക്സ് എല്ലാം നമ്മളെ സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് എന്നുള്ള കാര്യം നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. ഓൾസോ കവേഴ്സ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, റിച്വൽ ഡിസിപ്ലിൻ ആൻഡ് സ്റ്റീരിയോടൈപ്സ്. പിന്നെ ഇതിൽ പറയുന്ന വേറെ കാര്യങ്ങൾ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. റിച്വൽസ് അല്ലെ, ഓരോ ആചാരങ്ങള്, ഡിസിപ്ലിൻ. ഓക്കെ, നമ്മൾ എസ്പെഷ്യലി സ്കൂളിലുള്ള ഡിസിപ്ലിൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സ്റ്റീരിയോടൈപ്സ്, ജെൻഡർ സ്റ്റീരിയോടൈപ്പ് അല്ലെ, സ്ത്രീ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മീനിങ് ഓഫ് ജെൻഡർ ഐഡന്റിറ്റി. എന്താണ് ഈ ജെൻഡർ ഐഡന്റിറ്റി? ജെൻഡർ ഐഡന്റിറ്റി ഈസ് എ പേഴ്സൺസ് ഇന്റേണൽ സെൻസ് ഓഫ് ബീയിങ് മെയിൽ, ഫീമെയിൽ ഓർ നെയ്തർ. സ്ത്രീ, പുരുഷൻ അല്ലെങ്കിൽ LGBTQ+ എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. ഇതാണ് ജെൻഡർ ഐഡന്റിറ്റി. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ്, ഇപ്പൊ ഞാനിപ്പോ ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഈ കോൺഷ്യസ്നെസ് ഇറ്റ് വിൽ ബി ദെയർ ഫോർ മീ എവറി ടൈം. ഞാനൊരു സൊസൈറ്റിയിൽ ഏത് രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും, എൻ്റെ കോളേജിലാണെങ്കിലും, ഞാൻ സൊസൈറ്റിയിൽ റോഡിലൂടെ നടന്നു പോവുകയാണെങ്കിലും, ബസ്സിൽ കയറുകയാണെങ്കിലും, ദിസ് ഐഡന്റിറ്റി വിൽ ഓൾവേസ് ബി ദെയർ ഇൻ മൈ മൈൻഡ്. ദാറ്റ് ഈസ് ജെൻഡർ ഐഡന്റിറ്റി. ഇറ്റ് ഇൻവോൾവ്സ് ബിഹേവിയർ, അപ്പിയറൻസ് ആൻഡ് സോഷ്യൽ റോൾസ്. അല്ലെ, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റത്തിൽ അതുണ്ടായിരിക്കും. നമ്മുടെ അപ്പിയറൻസ് അല്ലെ, നമ്മുടെ ഡ്രസ്സിങ്ങിൽ, അതുപോലെ സോഷ്യൽ റോൾസ്. സൊസൈറ്റിയിൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. ബസ്സിൽ കയറുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മുന്നിൽ കയറുന്നത് അല്ലെ, മുന്നിലെ സീറ്റുകളിൽ ഇരിക്കുന്നത്? ബിക്കോസ് വി ആർ വിമൻ അല്ലെ. അപ്പൊ അല്ലെങ്കിൽ പുരുഷന്മാര് ഈ സീറ്റുകളിൽ ഇരിക്കാൻ പാടില്ല. ദാറ്റ് ഇസ് ഇറ്റ്സ് എ റോൾ ഡിസൈഡഡ് ബൈ ദ സൊസൈറ്റി. സോ അവിടെ ഒരു ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടാവുന്നുണ്ട്. മേ അലൈൻ ഓർ ഡിഫർ ഫ്രം ബയോളജിക്കൽ സെക്സ്. അതുപോലെ തന്നെ നമുക്കറിയാം, അതായത് ജനിക്കുമ്പോൾ നമ്മൾ എന്താണ്, പുരുഷനായിട്ടോ സ്ത്രീ ആയിട്ടാണോ ജനിക്കുന്നത്, ബാക്കിയൊക്കെ സൊസൈറ്റി നോക്കിക്കോളും അല്ലെ. ഇനി അവരെ എങ്ങനെ വളർത്തണം എന്നുള്ളത് സൊസൈറ്റി നോക്കും. ട്രാൻസ്ജെൻഡർ ഓർ തേർഡ് ജെൻഡർ പീപ്പിൾ മേ അഡോപ്റ്റ് റോൾസ് ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ ജെൻഡർ. അതായത് ഈ ട്രാൻസ്ജെൻഡർ അവർ ജനിക്കുമ്പോഴല്ല, അവരവരുടെ സൈക്കോളജിക്കൽ ജെൻഡർ അനുസരിച്ചിട്ട് അല്ലെ, ഒരു പ്രായപൂർത്തിയാവുന്ന കൗമാര ദശയിലൊക്കെയാണ് അവർക്ക് ഈ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് അവര് അതിനനുസരിച്ചിട്ട് മാറുന്നത്. സം അണ്ടർഗോ സർജറി ടു അലൈൻ ഫിസിക്കൽ ബോഡി വിത്ത് ജെൻഡർ ഐഡന്റിറ്റി. ചില ആളുകൾ സ്ത്രീ ആയിട്ട് ജനിച്ച ആളുകൾക്ക് പുരുഷനാന്നുള്ള കോൺഷ്യസ്നെസ് ഉണ്ടാവും. അപ്പൊ അവര് ആ ഒരു സർജറി ഒക്കെ ചെയ്തിട്ട് ആ ഒരു ജെൻഡർ കോൺഷ്യസ്നെസ്സിലേക്ക് മാറും. ഓക്കെ, മെയിൽ എന്നുള്ള കോൺഷ്യസ്നെസ് അവർക്ക് ഉണ്ടാകും. സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ജെൻഡർ ഐഡന്റിറ്റി. ഇനി എന്തൊക്കെ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് ജെൻഡർ ഐഡന്റിറ്റിയെ ബാധിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ജെൻഡർ ഐഡന്റിറ്റി ഫോംസ് ബൈ ഏജ് 3 to 5. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ജെൻഡർ ഐഡന്റിറ്റി
ഉള്ള കുട്ടികളിൽ ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടാവുന്നുണ്ട്. അവർക്ക് തന്നെ മനസ്സിലാവും അവർ സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് എന്നുള്ളൊരു കോൺഷ്യസ്നെസ് അതിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അവരുടെ ഈ കുട്ടികൾ കളിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബോയ്സ് ആണെങ്കിൽ അവർ കാറ് ജീപ്പ് അങ്ങനെ കൊണ്ടൊക്കെ കളിക്കുക, സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവര് ഇതുപോലെ എന്താ പറയാ പാവ കൊണ്ടും അതുപോലെ പാത്രങ്ങൾ കൊണ്ടും കുക്ക് ചെയ്യാനൊക്കെയാണ് അവർ ഇഷ്ടപ്പെടുക. അതിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്? ഫാമിലി, ഓക്കെ, സിഗ്നിഫിക്കന്റ് അതേഴ്സ് ആൻഡ് മീഡിയ, പിന്നെ അതുപോലെ തന്നെ ഒരു എൽഡേഴ്സ്, നെയ്ബേഴ്സ്, പിന്നെ അതുപോലെ മീഡിയ. ഒരു കാർട്ടൂൺ ഒക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. കാർട്ടൂണിലൊക്കെ ഇതുപോലെ തന്നെ ജെൻഡർ റോൾസ് ആർ ഡിഫൈൻഡ്. ലാംഗ്വേജ് റീഇൻഫോഴ്സസ്. ചില കാർട്ടൂണിലൊക്കെ ഉണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യാൻ, മറ്റുള്ളവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത് റീഎൻഫോഴ്സ് ചെയ്യുന്ന കാർട്ടൂൺസ് ആർ there. ഓക്കെ, പുരുഷന്മാർ വന്നിട്ട് അവരെ രക്ഷിക്കും. അങ്ങനത്തെ സം കാർട്ടൂൺസ് ആർ there. Then language reinforces gendered behavior. അതുപോലെ തന്നെ പിന്നെ അവര് പഠിക്കുന്ന ഭാഷ, അല്ലെ, ഭാഷ ഏത് ഭാഷ ആയിക്കോട്ടെ, ഇറ്റ് ഈസ് പ്യുവർലി ജെൻഡർ ഓറിയന്റഡ്. സ്ത്രീകളും പുരുഷന്മാർക്കും വേറെ വേറെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഭാഷയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ആ ഒരു ലാംഗ്വേജ് തന്നെ രണ്ട് രീതിയിലാണ്. മീൻസ് സ്ത്രീയെ സപ്പോർട്ട്, അതായത് ഒരു ജെൻഡർ ബയസ് ഉണ്ടാക്കാൻ ലാംഗ്വേജ് വളരെ വലുതാണ്. ഓക്കെ, ഇടപഴകലുകൾ, നമ്മുടെ ലാംഗ്വേജ് ഭാഷയിലൂടെയുള്ള ഇടപഴകലുകൾ രണ്ടും രണ്ട് വിധത്തിലാണ് സൊസൈറ്റിയിൽ. സൊസൈറ്റി റിവാർഡ് കൺഫോമിറ്റി ടു ജെൻഡർ നോംസ്, അല്ലെ. സൊസൈറ്റി എന്താണ് ഈ ജെൻഡർ നോംസ് ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് സ്ത്രീ ആയി, ഈ പെണ്ണാണല്ലേ ഈ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതി, പുരുഷനാണല്ലേ ഈ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഒരു കൺഫോമിറ്റി അല്ലെ കുട്ടിക്ക് കൊടുക്കണം, നീ സ്ത്രീയാണ്, ഓക്കെ, അപ്പൊ ഈ രീതിയിൽ പെരുമാറണം. ചിൽഡ്രൻ ഇമിറ്റേറ്റ് ജെൻഡേർഡ് ബിഹേവിയർ ടു ഗെയിൻ ആക്സെപ്റ്റൻസ്. ചെറിയ കുട്ടികളാണ്, അവർ വലിയവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അവർക്ക് പെട്ടെന്ന് വലുതാവാൻ വേണ്ടിയിട്ട്. ചെറിയ കുട്ടികളാകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം വലുതാവുക എന്നുള്ളതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ആക്സെപ്റ്റൻസ്, സൊസൈറ്റിയിലേക്ക് എന്നെയും ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് അവർ ഈ ജെൻഡർ റോൾസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഡെവലപ്പ് ഓഫ് ജെൻഡർ ഐഡന്റിറ്റി. കോൾബർഗ് പറഞ്ഞിട്ടുണ്ട്, അറൌണ്ട് ഏജ് 2 ആവുമ്പോൾ ലേബൽസ് ഓൺ സെക്സ്, അല്ലെ, ചൈൽഡ് ലേബൽസ് ഓൺ സെക്സ്, അതായത് കുട്ടിക്ക് ആ ഒരു പുരുഷൻ സ്ത്രീ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായി തുടങ്ങും. ഓക്കെ, ദെൻ ജെൻഡർ സ്റ്റേബിലിറ്റി വരുന്നത് 4 വയസ്സൊക്കെ ആവുമ്പോഴാണ്. അവിടെ ജെൻഡർ സീൻ ആസ് സ്റ്റേബിൾ ഓവർ ടൈം, അല്ലെ. അപ്പൊ ഒരു 2 വർഷമായിട്ട് ഞാൻ പെണ്ണാണെന്നുള്ള തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഇസ് സ്റ്റേബിൾ, ദാറ്റ് കോൺഷ്യസ്നെസ് ഇസ് സ്റ്റേബിൾ നൗ. ദെൻ ജെൻഡർ കോൺസ്റ്റൻസി അറൌണ്ട് ഏജ് 7. ജെൻഡർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അപ്പിയറൻസ്, അല്ലെ. അങ്ങനെ കുട്ടിയുടെ സ്വഭാവത്തിലും അപ്പിയറൻസിലും ഒക്കെ ജെൻഡർ പ്രകടമാവാൻ തുടങ്ങും. ദാറ്റ് ഈസ് ജെൻഡർ സോഷ്യലൈസേഷൻ ഈസ് ഹാപ്പനിങ്. ആ സ്ത്രീയാണ് പുരുഷനാണ് എന്നുള്ള കോൺഷ്യസ്നെസ് ദാറ്റ് ഇറ്റ് വിൽ ബി ദെയർ ഇൻ ദാറ്റ് ചൈൽഡ്. ദീസ് സ്റ്റേജസ് ഷോ ഗ്രാജുവൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജെൻഡർ പെർമനൻസ്. അങ്ങനെ കുട്ടി പതുക്കെ പതുക്കെ ആ സ്ത്രീ എന്നുള്ള അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള ആ ഒരു ജെൻഡർ പെർമനൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇമ്പോർട്ടന്റ് ഇൻ ഫോമിങ് എ കൺസിസ്റ്റന്റ് ജെൻഡർ ഐഡന്റിറ്റി. അങ്ങനെ അവർ സ്ഥിരമായിട്ടുള്ള ഒരു ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് അവർ സമൂഹത്തിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന ലേബലിൽ അറിയപ്പെടാൻ തുടങ്ങുന്നത്. ജെൻഡർ റിലേറ്റഡ് സോഷ്യൽ നോംസ്, അല്ലെ. സൊസൈറ്റിക്ക് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, സ്ത്രീക്കും പുരുഷനും വേറെ വേറെ. സോഷ്യൽ നോംസ് ഡിക്റ്റേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ബിഹേവിയർ. അതായത് സ്ത്രീയും പുരുഷനും എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം സൊസൈറ്റിയിൽ എന്നുള്ളത് സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത്. മാർഗരറ്റ് മീഡ് സ്ട്രെസ്ഡ് കൾച്ചറൽ ബേസിസ് ഓഫ് ജെൻഡർ റോൾസ്, അല്ലെ. അതായത് മാർഗരറ്റ് മീഡ് ഈസ് ടെല്ലിംഗ് അബൌട്ട് കൾച്ചറൽ ബേസിസ്. ഓരോ കൾച്ചറിനും ഓരോ രീതിയിലുള്ള ജെൻഡർ നോംസ് ആയിരിക്കും. കൾച്ചർ ബേസ് ആണ് ഈ ജെൻഡർ റൂൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ബോയ്സ് എക്സ്പെക്ടഡ് ടു ഷോ മസ്കുലിനിറ്റി, ഗേൾസ് ഫെമിനിറ്റി. പക്ഷെ എല്ലാ കൾച്ചറിലും എങ്ങനെയാണ്? ബോയ്സ് ഭയങ്കര മസ്കുലൈൻ ആവണം, ഗേൾസ് ഭയങ്കര ഫെമിനൈൻ ആവണം, അല്ലെ, നാണം കുടുങ്ങികളൊക്കെ ആവണം. കൺസർവേറ്റീവ് വ്യൂസ് പ്രയോറിറ്റൈസ് കസ്റ്റംസ് ഓവർ ലോ. അതായത് നിയമങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മുടെ സൊസൈറ്റിയുടെ റൂളുകളാണ് ഈ ജെൻഡറിന്റെ കാര്യത്തിൽ നമ്മൾ മിക്കവാറും പ്രാക്ടീസ് ചെയ്യുന്നത്. നോംസ് ഇൻഫ്ലുവൻസ് എക്സ്പെക്ടേഷൻസ് ഇൻ ഫാമിലി ആൻഡ് സൊസൈറ്റി. അതുപോലെ തന്നെ ഈ സൊസൈറ്റിയുടെ നോംസ്, അല്ലെ, സൊസൈറ്റിയുടെ റൂൾസ് ഒക്കെ നമ്മുടെ ഫാമിലിയെയും സൊസൈറ്റിയെയും ഒക്കെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഓഫ് ഗേൾസ് ബൈ സൊസൈറ്റി. ഒരു ഗേൾ എങ്ങനെ ആയിരിക്കണം എന്നാ സൊസൈറ്റി പറയുന്നത്? ഒബീഡിയന്റ് ആൻഡ് ഹെൽപ്ഫുൾ ഇൻ ഫാമിലി റൂട്ടീൻസ്, അല്ലെ. അതായത് വളരെ ഒബീഡിയന്റ് ആയിരിക്കണം, അല്ലെ, അനുസരണയുള്ളവളായിരിക്കണം, അമ്മയെ സഹായിക്കണം, അതുപോലെ വീട്ടിലെ മറ്റു കാര്യങ്ങൾ അടിച്ചു വാരുക, തുടയ്ക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, ഈ കാര്യങ്ങളിലൊക്കെ അവൾ ഹെൽപ്പ് ചെയ്യണം. എഡ്യൂക്കേറ്റഡ് ആൻഡ് മോഡസ്റ്റ് ഇൻ അപ്പിയറൻസ്. ഓക്കെ,
ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേറ്റഡ് ആവണം, പക്ഷെ അതിന്റെ അഹങ്കാരം ഒന്നും പാടില്ല, ഭയങ്കര താഴ്മ ഉള്ളവളായിരിക്കണം. ഓക്കെ. ട്രെയിൻഡ് ഇൻ ഫൈൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസ്. ചില കാസ്റ്റ് ഇത് വളരെയധികം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, സ്ത്രീകളായ പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക വേണം. കാരണം അതൊക്കെ പുരുഷന്മാരെ അവരിലേക്ക് അട്രാക്ട് ചെയ്യും അല്ലെ. ഡാൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പ് ഒക്കെ ഉണ്ടാവും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ട്രഡീഷൻ ഓഫ് കൾച്ചർ. എക്സ്പെക്ടഡ് ടു റെയർ ചിൽഡ്രൻ ആൻഡ് ബി ഹോസ്പിറ്റബിൾ. നാളെ കല്യാണം കഴിഞ്ഞ് കുട്ടികളെ വളർത്താനുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരെ പരിചരിക്കുന്നതിൽ അവർ വളരെ കെയർഫുൾ ആവണം. മറ്റുള്ളവരെ പരിചരിക്കാൻ ക്ഷമയുള്ള ആളുകളൊക്കെ ആയിരിക്കണം. ഷോ പേഷ്യൻസ്, സെൽഫ് കൺട്രോൾ ആൻഡ് ഗുഡ് കണ്ടക്ട് അല്ലെ. ക്ഷമയുള്ളവളാവണം, സെൽഫ് കൺട്രോൾ, ഒച്ചപ്പാടുണ്ടാക്കരുത്, സെൽഫ് കൺട്രോൾ അല്ലെ. ഉറക്കെ ചിരിക്കരുത്, സെൽഫ് കൺട്രോൾ ആൻഡ് ഗുഡ് കണ്ടക്ട് അല്ലെ. നല്ല പെരുമാറ്റം ഉണ്ടാവണം. ഡിസ്ലൈക്ക് ബിഹേവിയർ ഓഫ് ഗേൾസ് ബൈ സൊസൈറ്റി. എന്തൊക്കെ സ്ത്രീകൾ ചെയ്തുകൂടാ? ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സൊസൈറ്റിക്ക് ഇഷ്ടാവില്ല ഗേൾസിന്. ഓൾ എംഫസിസ് ഓൺ ബ്യൂട്ടി ആൻഡ് അപ്പിയറൻസ്. ഓ, അവള് ഭയങ്കരമായിട്ട് ഭംഗി നോക്കുന്ന ആളാണ്. അതായത് സ്വന്തം ഭംഗിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരെ അല്ലെ. അതായത് അങ്ങനെ ഇതിനപ്പോ അത് മറ്റുള്ളവരെ വശീകരിക്കാനാണോ എന്നുള്ള രീതിയിലൊക്കെ. ടോക്കറ്റീവ്നെസ് ആൻഡ് ഗോസിപ്പിംഗ് അല്ലെ. ഒരുപാട് വർത്തമാനം പറയാ, ഗോസിപ്പ് ചെയ്യുന്ന ആളുകളെന്നും സൊസൈറ്റി അങ്ങനെ സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. ദെൻ ബീയിങ് ഔട്ട് ലേറ്റ് ഓർ അറ്റ് ഓൾ അവേഴ്സ്. രാത്രി വൈകിട്ടോ അസമയങ്ങളിലോ പുറത്തിറങ്ങും. സിനിമയിലുണ്ടല്ലേ സലിംകുമാർ പറയുന്ന ഏതാണ് ഈ അസമയം, സ്ത്രീകളുടെ അസമയം എന്ന് പറയുന്നത് ഏതാണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഗേൾസ്. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഓപ്പോസിറ്റ് സെക്സ് അല്ലെ. പിന്നെ അതുപോലെ പുരുഷ സുഹൃത്തുക്കൾ ഉണ്ടാവുക. വേസ്റ്റിംഗ് ടൈം ആൻഡ് ഡിസൊബീഡിയൻസ്. വെറുതെ ഇരിക്കുക അല്ലെ. ആ നേരം വല്ല പണി ചെയ്തൂടെ. ഡിസൊബീഡിയൻസ്, പറഞ്ഞ കേൾക്കാതിരിക്കുക, അനുസരണ ഇല്ലാത്തവളാവുക. ഇതൊന്നും സൊസൈറ്റി ഇഷ്ടപ്പെടുന്നില്ല ഫ്രം ഗേൾസ്. ദെൻ എക്സ്പെക്ടഡ് ബിഹേവിയർ ഓഫ് ബോയ്സ് ബൈ സൊസൈറ്റി. ഗേൾസിന് മാത്രമല്ല ബോയ്സും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സൊസൈറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? അവർ കറേജിയസ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, ആൻഡ് ഹെൽപ്ഫുൾ ടു ഫാദർ. സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അമ്മയെ സഹായിക്കണം എന്ന് പറയുന്ന പോലെ ബോയ്സ് ആരെ സഹായിക്കേണ്ടത്? അച്ഛനെ അല്ലെ. ജോലിയിൽ സഹായിക്കണം, ഏൺ ചെയ്യണം, അച്ഛനെ ഒരു താങ്ങായി മാറണം. പ്രൊഫീഷ്യന്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് അല്ലെ. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആവണം, സ്കില്ലുള്ള ആളായിരിക്കണം. സ്കിൽ പറഞ്ഞ ഡ്രൈവിംഗ് അങ്ങനത്തെ കുറെ സ്കില്ലുകളുണ്ട്. സോ ജോലി ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവണം. റെസ്പോൺസിബിൾ ഫോർ ഫാമിലി ആൻഡ് സേവിങ്സ് അല്ലെ. എന്നിട്ട് കുടുംബത്തെ നോക്കണം, സമ്പാദ്യം ഉണ്ടാവണം. എക്സിബിറ്റ് ഗുഡ് കണ്ടക്ട് ആൻഡ് പ്രൊട്ടക്ട് ഫാമിലി. ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണം, നല്ല സ്വഭാവമുള്ള ആളാവണം. പ്രോസസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കെയറിംഗ് സ്കിൽസ് അല്ലെ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് നേതൃപാഠം ഉണ്ടാവണം. ഭരണം, അതായത് കുടുംബത്തേക്ക് ഭരിക്കേണ്ട ആളാണ്. അപ്പൊ ആ ഒരു കഴിവൊക്കെ പുരുഷന് വേണം. സം ഡിസ്ലൈക്ഡ് ബിഹേവിയർ ഓഫ് ബോയ്സ് ബൈ സൊസൈറ്റി. അതൊക്കെ ലേസിനെസ് ആൻഡ് വോയിസസ് ലൈക്ക് ബാഡ് ഹാബിറ്റ്സ് അല്ലെ. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാല് തിന്മ, അതുപോലെ തന്നെ ലേസിനെസ്, മടിയൊന്നും പുരുഷന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല. ഡിസൊബീഡിയൻസ് ടു അതോറിറ്റി ഫിഗേഴ്സ്. അതുപോലെ തന്നെ മുതിർന്നവരെ അനുസരിക്കാതിരിക്കുക. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ ഓർ വർക്ക് അല്ലെ. ഓനൊന്നിലും താല്പര്യം, ഓനൊരു പുരുഷനല്ലേ, എന്തെങ്ങനെ നാളെ കുടുംബം നോക്കേണ്ട ആളല്ലേ, ജോലിക്കും പോവില്ല, ഒന്നിനും പോവില്ല അല്ലെ. അപ്പൊ ഈ ഒരു മെന്റാലിറ്റി ഉണ്ടാവാൻ പാടില്ല പുരുഷന്മാർക്ക്. ഇൻവോൾവ്മെന്റ് വിത്ത് ആന്റി സോഷ്യൽ എലമെന്റ്സ് അല്ലെ. അതുപോലെ തന്നെ ആന്റി സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സ്, അതുപോലെ തന്നെ ഗ്യാങ്സ്റ്റർ ആവാൻ പാടില്ല. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സൊസൈറ്റി അവരെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നെഗ്ലക്ടിങ് ഫാമിലി ആൻഡ് ലീഡിങ് എയിംലെസ് ലൈഫ് അല്ലെ. ഫാമിലിനെ നോക്കാതെ ഒരു അന്തോജാതെ ജീവിക്കാം. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എ വെരി ഗുഡ് ബിഹേവിയർ ഓഫ് എ ബോയ് വിച്ച് ഈസ് എക്സ്പെക്ടഡ് ഫ്രം ബൈ ദ സൊസൈറ്റി. നീഡ് ഫോർ റീകൺസിഡറിങ് ജെൻഡർ നോംസ്. ഇനി ഈ ജെൻഡർ നോംസ്, അതായത് സൊസൈറ്റി നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള കുറെ ജെൻഡർ നോംസ് ആണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. അത് റീകൺസിഡർ ചെയ്യണോ, റീകൺസ്ട്രക്ട് ചെയ്യണോ, അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? സൊസൈറ്റി യൂസസ് ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ മെൻ ആൻഡ് വിമൻ. സ്ത്രീക്കും പുരുഷനും തുല്യമല്ല സൊസൈറ്റി കാണുന്നത് അല്ലെ. രണ്ട് തട്ടിലാണ്. അപ്പൊ അത് മാറേണ്ടതായിട്ടുണ്ട്. അൺഈക്വൽ ഷെയറിംഗ് ഓഫ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പുരുഷൻ നേരെ ഉമ്മറത്തേക്ക് വരുന്നു, സ്ത്രീ നേരെ അടുക്കളയിലേക്ക് പോകുന്നു. ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് സ്ത്രീ പുരുഷന്റെ കൂടെ എന്ത് ചെയ്യണം? പുറത്തു പോയിട്ട് ജോലി ചെയ്യണം, സമ്പാദിക്കണം, വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് വീണ്ടും ജോലി ചെയ്യണം. Okay, this is expected by the society now. So women bear burden of upholding family pride. കുടുംബത്തിന്റെ മാനം കാക്കേണ്ടവളാണ് സ്ത്രീ അല്ലെ.
ജനിക്കും മുതൽ മുമ്പ് അപ്പൊ തന്നെ പേര് കേൾക്കുമോ എന്ന് ആലോചിച്ചിട്ടാണ് സ്ത്രീകൾ ജീവിക്കുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആർ ഔട്ട്ഡേറ്റഡ് ആൻഡ് അൺഫെയർ. അപ്പൊ അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ പുരുഷനാണ്, ഒരു ആൺകുട്ടിയാണ് ജനിച്ച്, അല്ലെങ്കിൽ ആൺകുട്ടി ഇപ്പൊ ഒരു അഫെയറോ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് നോർമലൈസ്ഡ് നോ, വലിയ പ്രോബ്ലം ഇല്ല. ഓക്കെ. പക്ഷെ പെൺകുട്ടിയാണെങ്കിൽ ഒരുപാട് പൊട്ടലും ചീറ്റലും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവസാനം അതൊരു നല്ല രീതിയിൽ അവസാനിക്കും. ഓക്കെ. അവസാനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അവസാനിക്കുകയില്ല. കോൾസ് ഫോർ റീവാലുവേഷൻ ഓഫ് ട്രഡീഷൻ ആൻഡ് ജെൻഡർ റോൾസ്. നമ്മളിത് റീവാല്യൂ ചെയ്യണം. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. മീനിങ് ഓഫ് സോഷ്യലൈസേഷൻ അല്ലെ? എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ? മാൻ ഈസ് സോഷ്യൽ, അനിമൽസ് ലാക്ക് ഹ്യൂമൻ സോഷ്യൽ സ്ട്രക്ചർ. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്ന് വെച്ചാൽ സൊസൈറ്റി ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യണം. അതിനാണ് ലാംഗ്വേജ് ഒക്കെ അല്ലെ? ദെൻ ന്യൂ ബോൺസ് ആർ നോട്ട് സോഷ്യൽ ബൈ നേച്ചർ. ജനിക്കുമ്പോൾ ആരും സോഷ്യലൈസ്ഡ് ആവില്ല. പിന്നെ സൊസൈറ്റിക്ക് അനുസരിച്ചിട്ട് അവർ അഡാപ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ലേൺഡ് ത്രൂ ഇന്ററാക്ഷൻ വിത്ത് ഫാമിലി, പിയേഴ്സ് ആൻഡ് സ്കൂൾ. എങ്ങനെയാണ് അവർ സൊസൈറ്റിയിലേക്ക് എത്തിപ്പെടുന്നത്? ഫ്രം ദയർ ഫാമിലി, പിയേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് സ്കൂൾ. ഹെൽപ്സ് ട്രാൻസ്മിറ്റ് കൾച്ചർ ആൻഡ് നോംസ് അക്രോസ് ജനറേഷൻ. അതുപോലെ തന്നെ അവര് കൾച്ചറും നോംസ് പറഞ്ഞു കഴിഞ്ഞാൽ നോംസ് പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ? ജനറേഷൻസ് ആയിട്ട്, തലമുറകളായിട്ട് കാത്തു സൂക്ഷിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ ഈ സോഷ്യലൈസേഷനിലൂടെ അവർക്ക് കിട്ടുന്നു. അങ്ങനെ അവര് ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ പ്രാപ്തരാകുന്നു. അങ്ങനെയാണ് ന്യൂ ബോൺ ചിൽഡ്രന്റെ കാര്യം. ലീഡ്സ് ടു ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി. എന്നിട്ട് അവര് ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്നു. നമ്മൾ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നു. അതിനനുസരിച്ച് ജീവിതം ആരംഭിക്കുന്നു. Definition of socialization. Horton and Hunt are defining socialization as internalizing group norms to form a unique self. അതായത് ഗ്രൂപ്പ് നോംസ്, സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് എടുത്ത്, നമ്മുടെ മനസാക്ഷിയിലേക്ക് എടുത്ത് നമ്മളൊരു യുണീക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. ദാറ്റ് ഈസ് സോഷ്യലൈസേഷൻ. Green is identifying socialization as acquiring culture and personality. നമ്മൾ നമ്മുടെ കൾച്ചർ അക്വയർ ചെയ്യാം അല്ലെ? കൾച്ചർ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി അഡാപ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് സോഷ്യലൈസേഷൻ. Worsley is telling that learning rules and practices of a social group. ഓക്കെ. അതായത് ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പഠിക്കുക. ദാറ്റ് ഈസ് സോഷ്യലൈസേഷൻ. Then Lundberg is telling that learning habits, skills and standards for social participation. അതായത് സൊസൈറ്റിയുടെ കുറെ ഹാബിറ്റും സ്കില്ലും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക. എന്തിനാണ്? ഫോർ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ. സൊസൈറ്റിയിൽ നമ്മൾ ഒരാളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. സോഷ്യലൈസേഷൻ ഇന്റേണലൈസ്ഡ് നോംസ് മേക്കിംഗ് ദം ഫീൽ സെൽഫ് ഇമ്പോസ്ഡ് അല്ലെ? അതായത് നമ്മൾ സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ നമ്മുടേതാക്കി എടുക്കുന്നു. കാരണം ഇത് ഇങ്ങനെയാണ്, സ്ത്രീ എന്ന് പറഞ്ഞതൊക്കെ ചെയ്യണം, പുരുഷൻ എന്ന് പറഞ്ഞതൊക്കെ ചെയ്യണം അല്ലെ എന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. ദാറ്റ് ഈസ് സോഷ്യലൈസേഷൻ. ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രാക്ടീസസ്. ജെൻഡർ ലേൺസ് ടു റെസ്പെക്ട് ലോസ്, ട്രഡീഷൻസ്, നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് ദ സൊസൈറ്റി അല്ലെ? അപ്പൊ നമ്മള് കുട്ടി ജനിച്ച് കുറച്ച് കഴിഞ്ഞ് സൊസൈറ്റിയിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് സൊസൈറ്റിയുടെ നിയമങ്ങളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ മൂല്യങ്ങളും അവിടുത്തെ റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. സ്ട്രെസ് ഈസ് ലെയ്ഡ് ഓൺ ജെൻഡർ റൂൾസ് ആൻഡ് ജെൻഡർ ബിഹേവിയർ ദാറ്റ് ബിക്കംസ് ജെൻഡർ സോഷ്യലൈസേഷൻ. പിന്നെ നമുക്കറിയാം നമ്മൾ പുരുഷനാണ്, അപ്പൊ നമ്മൾ ഇതുപോലെയൊക്കെയാണ് പെരുമാറാൻ പാടുള്ളൂ. ഓക്കെ. അത് നമ്മൾ അംഗീകരിക്കുന്നതാണ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങളൊരു സ്ത്രീയാണ്, അതുകൊണ്ട് ഈ റോളൊക്കെ നിങ്ങൾ ചെയ്യണം. ഓക്കെ. അങ്ങനെ നിങ്ങളൊരു സ്ത്രീയായി മാറുന്നു. ദാറ്റ് ഈസ് ജെൻഡർ സോഷ്യലൈസേഷൻ. അക്കോർഡിംഗ് ടു യുനിസെഫ്, ജെൻഡർ സോഷ്യലൈസേഷൻ ബിഗിൻസ് വിത്ത് ചൈൽഡ് ബർത്ത് ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. ജനിക്കുമ്പോഴേ അത് തുടങ്ങുന്നുണ്ട്. നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ ജെൻഡർ സോഷ്യലൈസേഷൻ സംഭവിക്കുന്നു. They realizes their gender roles and continues to follow these norms thereafter. അങ്ങനെ എന്താണ് അവര് മനസ്സിലാക്കുന്നു, ഞാനൊരു സ്ത്രീയാണ്, അതിനുള്ള കാര്യങ്ങളാണ് അവർ പിന്നെ അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? എങ്ങനെ നല്ലൊരു സ്ത്രീ ആയിട്ട് സൊസൈറ്റിയിൽ ജീവിക്കാം.
ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രാക്ടീസസ് ഇൻ ഫാമിലി, സ്കൂൾ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെയൊക്കെ ജെൻഡർ പ്രാക്ടീസസ് എങ്ങനെയാണ്? ഓക്കെ, ജെൻഡർ സോഷ്യലൈസേഷനും ജെൻഡർ ഐഡന്റിറ്റിയും ഒക്കെ എങ്ങനെയാണ് ഫാമിലിയിലും സ്കൂളിലും ഒക്കെ നടക്കുന്നത്? ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രാക്ടീസസ് ഇൻ ഫാമിലി. ഫാമിലിയിൽ എങ്ങനെയാണ്? According to Pestalozzi, Pestalozzi is an American educationist, the first 6 years of a child after birth is crucial in development. അല്ലെ, അതായത് ഒരു കുട്ടിയുടെ ആദ്യത്തെ 6 വർഷം, ജനിച്ചിട്ട് 6 വയസ്സ് വരെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. The mental imprints gained by the child during this age are very strong. ഈ സമയത്ത് കുട്ടിക്ക് ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് കുറെ കാര്യങ്ങൾ കുട്ടീനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അതിന്റെ ഒരു ഇംപ്രിൻസ്, അല്ലെ, അതിന്റെ അടയാളങ്ങൾ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. Then, through imitation, they learn how to behave to people with their own gender and to the opposite gender from their elders and elder siblings. അല്ലെ, ആദ്യം കുട്ടി തന്റെ ജെൻഡറിനെ ഐഡന്റിഫൈ ചെയ്യും. അമ്മ, അല്ലെ, ആദ്യം അമ്മയാണ് ടീച്ചർ. അപ്പൊ അമ്മ, നമ്മുടെ അമ്മയും സ്ത്രീയാണ്, ഞാനും സ്ത്രീയാണ്. ഓക്കെ, പുരുഷനാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ അച്ഛനാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, ദെൻ പതുക്കെ പതുക്കെ ഇത് ഒരു പക്ഷേ നമ്മുടെ പാരന്റ്സിൽ നിന്നോ നെയ്ബേഴ്സിൽ നിന്നോ എൽഡേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരോ ചേട്ടന്മാരോ ഇവരിൽ നിന്നൊക്കെയാണ് ഈ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. കാരണം പെട്ടെന്ന് വലുതാവണല്ലോ, നമ്മളെ സൊസൈറ്റി അംഗീകരിക്കണം, അതിനുവേണ്ടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇൻ സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസ്, സ്കൂളിൽ എന്താ സംഭവിക്കുന്നത്? To this gender, with the curricular and co-curricular activities, schools are crucial in personality development of a student. Schools വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്. അപ്പോൾ the instructional materials are also crucial in developing the gender consciousness among students. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അല്ലെ, പഠനോപകരണങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ജെൻഡർ കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നതിന്. അതായത് നിങ്ങൾ ചെറുപ്പം മുതലേ നിങ്ങൾ LP സ്കൂളിലൊക്കെ, ഓക്കെ, പെൺകുട്ടികളെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഗേൾസും ബോയ്സും ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും വലിയ ലീഡർ എന്ന് പറയുന്നത് ബോയ് ആയിരിക്കും. ക്ലാസ് ലീഡർ ബോയ് ആയിരിക്കും, ഗേൾസിന് വേറൊരു ലീഡർ. ഓക്കെ, സോ ദിസ് ഇസ് ഹാപ്പനിങ്. അപ്പോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അല്ലെ, നമ്മൾ പഠിക്കുന്നുണ്ട്, മീൻസ് ഫ്രം സ്കൂൾസ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് regarding the gender roles. School sports play a vital role in this. Like സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിലൊന്നും ഗേൾസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊക്കെ ആൺകുട്ടികൾക്ക് ഉള്ളതാണ്. ഓക്കെ, സ്കൂൾസ് ഷുഡ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഓൺ ജെൻഡർ ഇക്വാലിറ്റി. അപ്പോൾ സ്കൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണ്? ജെൻഡർ ഇക്വാലിറ്റി പഠിപ്പിക്കുക എന്നുള്ളതാണ്. Role of family, school, peers, teachers, curriculums, and textbooks in challenging gender inequalities or reinforcing gender parity. അതായത് സ്കൂളും അതുപോലെ തന്നെ പിയേഴ്സ് പറഞ്ഞ ഫ്രണ്ട്സും ടീച്ചേഴ്സും അവരുടെയൊക്കെ ഫോർമോസ്റ്റ് ലക്ഷ്യം, കരിക്കുലത്തിന്റെയൊക്കെ ഫോർമോസ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു വെച്ചാൽ ജെൻഡർ പാരിറ്റി ഇസ്റ്റാബ്ലിഷ് ചെയ്യുക. ജെൻഡർ പാരിറ്റി പറഞ്ഞു വെച്ചാൽ ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ, ദ സൊസൈറ്റി ട്രീറ്റഡ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഡിഫറെന്റ്ലി. നമുക്കറിയാതെ, അല്ലെ, എത്ര നമ്മൾ പഠിച്ചു എത്ര വളർന്നു എന്ന് പറഞ്ഞാലും രണ്ടാണ്. സോ സ്കൂൾസ് ആൻഡ് കരിക്കുലം ക്യാൻ ചേഞ്ച് ദിസ് ഡിസ്പാരിറ്റി. അപ്പൊ ഈ ഡിസ്പാരിറ്റി, ഈ ഒരു വിവേചനം ഇല്ലാതാവണം. റോൾ ഓഫ് ഫാമിലി ഇൻ റീഇൻഫോഴ്സിംഗ് ദ ജെൻഡർ പാരിറ്റി. ഫാമിലിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതില്? By participating in family functions and domestic activities, children began to recognize their gender roles. നമുക്കറിയാം, അതായത് പണ്ട് മുതലേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന, അല്ലെ, ഹ്യൂമൻ ബീയിങ്സ് ആർ വെരി ഗുഡ് ഒബ്സർവേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യും, നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും. അവര് നമ്മുടെ ജെൻഡർ ആണെങ്കിൽ അവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. ഓക്കെ, പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ കേട്ടിട്ടില്ല, കല്യാണം കഴിക്കാൻ ഗേൾസിന് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാവും, കാരണം നല്ല മുല്ലപ്പൂവ്, ഗോൾഡ്, നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ കിട്ടും, അല്ലെ. അപ്പൊ അവര് ആ ഒരു ജെൻഡർ റോളിലേക്ക് അങ്ങോട്ട് അഡാപ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് ബൈ ഒബ്സർവിങ് ദെയർ സറൗണ്ടിങ്. ഫാമിലി പ്രൊവൈഡ്സ് ടോയ്സ് ആൻഡ് ഡ്രസ്സസ് അക്കോർഡിംഗ്ലി ടു ദ ചിൽഡ്രൻ, അല്ലെ. അതൊരു ഡിസ്ക്രിമിനേഷൻ ആണ്. ആൺകുട്ടികളാണെങ്കിൽ കാറ്, ജീപ്പ്, പെൺകുട്ടികളാണെങ്കിൽ പാവ. At the age of 5, boy child denies flower decorations and a girl child refuses to wear boys dresses. ഒരു 5 വയസ്സാവുമ്പോഴത്തേക്കും അതുവരെ ആ ഒരു കോൺഷ്യസ്നെസ് വല്ലാതെ ഉണ്ടാവില്ല. ആൺകുട്ടികൾ എന്താണ്
ഇതുപോലെ ഫ്ലവർ ഡെക്കറേഷൻസ്. ആ കുട്ടികളുടെ തലയിൽ ഒരു മുല്ലമാല വെച്ച് കൊടുത്തൊക്കെ ഒരു കേൾക്കും. 5 വയസ്സായി കഴിഞ്ഞാൽ അതിന്റെ മുമ്പൊക്കെ ഒരു പക്ഷേ പ്രോബ്ലം ഉണ്ടാവില്ല. അതുപോലെ ഗേൾസിന് ബോയ്സിന്റെ ഡ്രസ്സ് ഇടാനായിട്ട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതായത് അവർക്ക് ഗേൾസിന്റെ ഡ്രസ്സിനോടായിരിക്കും താല്പര്യം കൂടുതൽ. Then parents should treat both these genders equally. പാരന്റ്സിന്റെ ഡ്യൂട്ടി, ഏറ്റവും ഇമ്പോർട്ടന്റ് ഡ്യൂട്ടിയാണ് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ കാണുക. If the family members themselves are showing equality, a gender equality consciousness will be developed among the children, which paves the way for gender equality in future. അപ്പൊ ഈ ഒരു രീതിയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ജെൻഡർ ഇക്വാലിറ്റി കോൺഷ്യസ്നെസ് ഉണ്ടാവും, അല്ലെ? രണ്ടുപേരും ഒരുപോലെയാണ്, രണ്ടുപേരും തുല്യരാണ് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവും. അത് അവരുടെ പിന്നീടുള്ള ജീവിതത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് the role of the school. ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാക്കുന്നതിൽ സ്കൂളിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? Gender equality in education. Education can reshape social behavior and attitudes. Education വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിൽ നിന്ന് നമുക്ക് ഉണ്ടാവാം. It changes traditional gender roles and promotes equality. അവിടെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസിനെയൊക്കെ പിച്ച് ചീന്തി ജെൻഡർ ഇക്വാലിറ്റിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. Empowers both men and women equally. അല്ലെ? സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ എംപവേർഡ് ആണ്, രണ്ടുപേർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കുട്ടികളെ പഠിപ്പിക്കാം. ട്രീറ്റ്സ് ബോത്ത് ജെൻഡേഴ്സ് വിത്തൗട്ട് ബയാസ്. ആൺകുട്ടി പെൺകുട്ടി എന്ന വിവേചനത്തോടെ കുട്ടികളെ കാണാതിരിക്കുക. ആക്ട്സ് ആസ് എ ട്രാൻസ്ഫോർമേറ്റീവ് ടൂൾ ഇൻ സൊസൈറ്റി. ഓക്കെ, അതായത് ഇത് വലിയ മാറ്റം സൃഷ്ടിക്കും. ചെറുപ്പം മുതലേ കുട്ടികളെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരാണ് നാളത്തെ പൗരന്മാർ. സോ ദേ വിൽ ട്രീറ്റ് their wife and their female fellow beings as equal. അല്ലെ? ഉറപ്പാണ്. അപ്പൊ അതൊരു വലിയ മാറ്റം തന്നെ ഉണ്ടാകും. Then gender equality in education. Education can reshape social behavior and attitudes. അല്ലെ? എഡ്യൂക്കേഷൻ നമ്മുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒക്കെ മാറ്റാനുള്ള കഴിവുണ്ട്. It challenges traditional gender roles and promotes equality. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ജെൻഡർ റോൾസ് ഒക്കെ മാറ്റി ഇക്വാളിറ്റി കൊണ്ടുവരാനായിട്ട് എഡ്യൂക്കേഷന് പറ്റും. Empowers both men and women equally. രണ്ടുപേർക്കും ഈക്വൽ സ്ട്രെങ്ത് വേണം. ട്രീറ്റ്സ് ബോത്ത് ജെൻഡേഴ്സ് വിത്തൗട്ട് ബയാസ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോർമേറ്റീവ് ആണ്. ജെൻഡർ ഇനീക്വാലിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്താ നമുക്കറിയാം, ഇപ്പോഴും ഈ ഇനീക്വാളിറ്റി ഉണ്ട്, അല്ലെ? സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ് ഡിസ്അഡ്വാൻറ്റേജ് വിമൻ. സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഇന്ത്യയിൽ. നമ്മൾ കേരളത്തിലെ കാര്യം പറയരുത്, നമ്മൾ നോർത്തിലും ഒക്കെ റൂറൽ പ്ലേസുകളിലൊക്കെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ലാത്ത ആളുകളാണ്. വിമൻ ഫേസ് അൺഈക്വൽ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ വലിയ എന്താ പറയാ അൺഈക്വൽ റൈറ്റ്സ്, അല്ലെ? പുരുഷനും സ്ത്രീക്കും വ്യത്യസ്ത അവകാശങ്ങളാണ്, അതുപോലെ ഉത്തരവാദിത്തങ്ങളുമാണ്. അഫക്ട്സ് വിമൻസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. അതുപോലെ അത് സ്ത്രീകളുടെ ഹെൽത്തിനെ ബാധിക്കും. എഡ്യൂക്കേഷൻ, അല്ലെ? പെണ്ണുങ്ങൾ പഠിക്കുന്ന എന്തിനാ? പല സംസ്ഥാനങ്ങളിലും പെൺകുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാറില്ല. കാരണം അത് കുക്കിങ്ങിലല്ലേ പഠിക്കേണ്ടത്. വീട്ടിലേക്ക് ആരാന്റെ അടുക്കളയിൽ പോവാനുള്ളതാണ്, പിന്നെ സ്കൂൾ പോയി പഠിച്ചിട്ട് ഓക്കെ. ലിമിറ്റ്സ് ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ. പഠിക്കാത്ത ആൾക്കാർക്ക് ജോലി ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. പണം സമ്പാദിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നം പോലും ആയി മാറില്ല. ഡീപ് റൂട്ടഡ് ഇൻ കൾച്ചറൽ ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. ഓരോ സൊസൈറ്റിയിലും അതിലെ കൾച്ചറിലൊക്കെ ഡീപ്പ് റൂട്ടഡ് ആണ്, അല്ലെ? ആഴത്തിൽ വേരുറപ്പിച്ച കുറെ കോൺസെപ്റ്റുകൾ ഉണ്ട്, അതിപ്പോഴും മാറിയിട്ടില്ല. ഒബ്സ്റ്റാക്കിൾസ് ടു ഗേൾസ് എഡ്യൂക്കേഷൻ. ഇനി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കുറെ തടസ്സങ്ങളുണ്ട്. എന്തൊക്കെയാണത്? പോവർട്ടി ലിമിറ്റ്സ് ഗേൾസ് ആക്സസ് ടു സ്കൂൾ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കേരളമായിട്ട് ബന്ധപ്പെടുത്തരുത്. പല സംസ്ഥാനങ്ങളിലും ദരിദ്രരാണെങ്കിൽ ആൺകുട്ടിയെ മാത്രമേ പറഞ്ഞയക്കുള്ളൂ സ്കൂളിലേക്ക്, പെൺകുട്ടികളെ പറഞ്ഞയക്കില്ല. സ്കൂൾസ് ഫാർ ഫ്രം ഹോം ഡിസ്കറേജ് അറ്റൻഡൻസ്, അല്ലെ? അടുത്തൊന്നും സ്കൂൾ ഉണ്ടാവില്ല, അപ്പൊ ദൂരത്തൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗേൾസിനെ വിടില്ല, കാരണം എന്തെങ്കിലും അവർക്ക് പറ്റിയാലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. ലാക്ക് ഓഫ് ഹൈജീൻ ടോയ്ലറ്റ്സ് എഫക്ട് ഗേൾസ് സ്റ്റുഡൻസ്. വൃത്തിയില്ലാത്ത ടോയ്ലറ്റിലൊന്നും ഗേൾസിന് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പിന്നെ പഠിപ്പ് നിർത്തുന്നു. ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഹറാസ്മെന്റ് ആർ കോമൺ. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, അല്ലെ? വിവേചനവും ഹറാസ്മെന്റും ഒക്കെ സ്ത്രീകൾക്കെതിരെ നടക്കുന്നു. അതുകൊണ്ട് അവർ പിന്നെ സ്കൂളിലേക്ക് പോകുന്നില്ല. ന്യൂ ഫീമെയിൽ റോൾ മോഡൽസ് ഇൻ സ്കൂൾസ്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ
ഫ്യൂ, അതായത് പഠിച്ചിട്ട് വലിയ ആളുകളായ സ്ത്രീകൾ അവരുടെ സമൂഹത്തിൽ കുറവായിരിക്കും. അപ്പൊ പഠിക്കുന്നത് എന്നുള്ളത് അവരെ സംബന്ധിച്ച് എന്താണ് ഒരു ആവശ്യമായിട്ട് മാറുന്നില്ല, അതുകൊണ്ട് അവർ പഠിക്കുന്നുമില്ല. ഓക്കെ, നമ്മുടെ കേരളം അല്ല കേട്ടോ, കേരളത്തിൽ ഈ ഒരു സിറ്റുവേഷൻ ഇല്ല ഇപ്പൊ എന്തായാലും. ദെൻ ഒബ്സ്റ്റാക്കിൾസ് ടു ഗേൾസ് എഡ്യൂക്കേഷൻ. ഓക്കെ, എന്തൊക്കെയാ അത്? ഗേൾസ് ഓഫൺ ഹെൽപ്പ് അറ്റ് ഹോം ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു സ്കൂൾ. പിന്നെ കുറെ കുട്ടികൾ ഉണ്ടാവും, അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് കുട്ടീനെ നോക്കാനൊക്കെ എൽഡർ ഗേൾസിനൊക്കെയാണ് കൊടുക്കുക. അപ്പൊ അവര് സ്കൂളിൽ പോയാൽ പിന്നെ ഇവരൊക്കെ ആരാ നോക്കുക, അതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കലൊന്നും നടക്കില്ല. ഗേൾസ് ആർ എക്സ്പെക്ടഡ് ടു ടേക്ക് കെയർ ഓഫ് സിബ്ലിങ്സ്. സൊസൈറ്റൽ നോംസ് ഡിസ്കറേജ് ഗേൾസ് എഡ്യൂക്കേഷൻ. പാരന്റ്സ് പ്രയോറിറ്റൈസ് ബോയ്സ് എഡ്യൂക്കേഷൻ. കാരണം ഇവരാണ് നാളെ സമ്പാദിച്ചു കൊണ്ടുവരുന്നത്, പിന്നെ ഗേൾസ് പഠിക്കുന്നത്. ഗേൾസ് ഫേസ് ജെൻഡർ ബേസ്ഡ് ചലഞ്ചസ് ഡെയിലി. നിത്യജീവിതത്തിൽ പലപ്പോഴും പല സമയങ്ങളിലും സ്ത്രീക്ക്, അത് നമ്മളുടെ ഇവിടെയുണ്ട്, ഈ ജെൻഡർ ബയാസ് അല്ലെ, വിവേചനം അനുഭവിക്കേണ്ടി വരുന്നു. വേസ് ടു ഇംപ്രൂവ് ജെൻഡർ പാരിറ്റി ഇൻ സ്കൂൾ. ജെൻഡർ പാരിറ്റി പറഞ്ഞ ജെൻഡർ ഇക്വാലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സ്കൂളിൽ എന്തൊക്കെ ചെയ്യണം? ബിൽഡ് പ്രൈമറി സ്കൂൾസ് വിത്തിൻ 1 കിലോമീറ്റർ അല്ലെ, പ്രൈമറി സ്കൂൾസ് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടാക്കുക. ബിൽഡ് സെക്കൻഡറി സ്കൂൾസ് വിത്തിൻ 3 കിലോമീറ്റർ. Ensure hygienic toilet for girls. Girls in the toilet hygienic with all equipments. Okay, incinerator and vending machines if needed. Provide free textbooks, uniforms and meals. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, മറ്റുള്ള സംസ്ഥാനങ്ങളിലും കൂടെ അതൊക്കെ നടന്നു കഴിഞ്ഞാൽ ഗേൾ എഡ്യൂക്കേഷൻ വിൽ ബി പ്രോസ്പർ. ഓഫർ സേഫ് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ്. അതുപോലെ തന്നെ യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ സേഫ് ട്രാൻസ്പോർട്ട് ഓപ്ഷൻ ഓഫർ ചെയ്യാം. അതായത് കുട്ടികൾക്ക് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് തോന്നുന്നു, ഗേൾസിന് ഫ്രീ ആണ് ട്രാൻസ്പോർട്ടേഷൻ. വേസ് ടു ഇംപ്രൂവ് ജെൻഡർ പാരിറ്റി. എന്തൊക്കെയാണത്? വീണ്ടും കുറച്ചും കൂടെ പോയിന്റ്സ് പറയുന്നുണ്ട്. ടീച്ചേഴ്സ് മസ്റ്റ് ട്രീറ്റ് സ്റ്റുഡൻസ് ഈക്വലി. ഓക്കെ, ഈ സ്കൂളിലെത്തിയ ടീച്ചറിന്റെ ഡ്യൂട്ടി എന്താണ്? ഈ ആണല്ലടാ പെണ്ണല്ലടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, രണ്ടുപേരും ഈക്വൽ ആയിട്ട് കാണാം. എൻകറേജ് ഗേൾസ് ഇൻ സ്പോർട്സ് ആൻഡ് അക്കാഡമിക്സ് അല്ലെ, ഗേൾസിനെ സ്പോർട്സിലും അക്കാഡമിക്സിലും ഒക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്. എൻഷുർ ഗേൾസ് സേഫ്റ്റി വിത്ത് CCTV ആൻഡ് സൂപ്പർവിഷൻ. അതായത് അവർക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ടേക്ക് ആക്ഷൻ അഗേൻസ്റ്റ് ഹറാസ്മെന്റ് ഇൻ സ്കൂൾസ്. അവരോട് മോശമായിട്ട് ആരെങ്കിലും പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷൻസ് എടുക്കുക. റിക്രൂട്ട് അറ്റ്ലീസ്റ്റ് 50% വിമൻ ടീച്ചേഴ്സ്. ഓക്കെ, 50% സ്ത്രീ ടീച്ചേഴ്സിനെ എടുക്കുക. നമുക്കറിയാം കേരളത്തില് 50% അല്ല, ലെസ്, മോർ ദാൻ 75% ഫീമെയിൽ ടീച്ചേഴ്സ് ആണ്. ദെൻ വേസ് ടു ഇംപ്രൂവ് ജെൻഡർ പാരിറ്റി. വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഡെവലപ്പ് ജെൻഡർ ജസ്റ്റ് കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്ക് അല്ലെ, ആ രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാവണം. ഇപ്പൊ കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം എങ്ങാണ്ട് ഭയങ്കര വൈറൽ ആയൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് 2ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കില് ഒരു ചാപ്റ്ററില് എന്താണ്, അടുക്കളയില് പണിയെടുക്കുന്നത് അച്ഛനും അമ്മയും അനിയനും എല്ലാവരും കൂടെ. ഓക്കെ, അമ്മ മാത്രല്ല, മുമ്പത്തേക്ക് ടെക്സ്റ്റ് ബുക്കിൽ അമ്മയാണ് പണിയെടുക്കുന്നത്, അച്ഛൻ ഉമർത്തിരുന്ന് പത്രം വായിക്കുകയും ചെയ്യുന്നത് ഫോട്ടോയില്. ഓക്കെ, അപ്പൊ അതുപോലത്തെ പിക്ചേഴ്സും അതുപോലത്തെ കരിക്കുലം ഉൾപ്പെടുത്തണം. പ്രൊമോട്ട് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ ആക്ടിവിറ്റീസ് അല്ലെ, എല്ലാ ആക്ടിവിറ്റിയിലും സ്ത്രീകൾക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. ഇൻവോൾവ് പാരന്റ്സ് ഇൻ സ്കൂൾ ഡിസിഷൻ മേക്കിംഗ്. PTA ഇമ്പോർട്ടൻസ് കൊടുക്കുക, പാരന്റ്സിനും ഒക്കെ സ്കൂളിൽ വരാനും കാര്യങ്ങൾ തീരുമാനിക്കാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കുക. എംഫസൈസ് റീറ്റെൻഷൻ ഓഫ് ഗേൾസ് സ്റ്റുഡൻസ് അല്ലെ, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഗേൾ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്രിയേറ്റ് എ പോസിറ്റീവ് ആൻഡ് സേഫ് സ്കൂൾ എൻവയറൺമെന്റ് അല്ലെ, സേഫ് ആയിട്ടുള്ള ഒരു എൻവയറൺമെന്റ് ആണ് സ്കൂളിലുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. റോൾ ഓഫ് പിയേഴ്സ് ഇൻ റീഇൻഫോഴ്സിംഗ് ജെൻഡർ പാരിറ്റി. ഇനി നമ്മുടെ പിയേഴ്സ് അല്ലെ, ഫ്രണ്ട്സും അതുപോലെ സെയിം ഏജ് ഗ്രൂപ്പുകൾ എങ്ങനെ അവർക്കും ഒരുപാട് റോൾ ഉണ്ട് അല്ലെ. പിയേഴ്സ് ഷേപ്പ് ജെൻഡർ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് അല്ലെ. നമുക്കറിയാം നമ്മൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, പെണ്ണുങ്ങൾ നമ്മൾ ഫ്രണ്ട്സിൽ നിന്നാണ് കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. ചിൽഡ്രൻ സീക്ക് അപ്രൂവൽ ഫ്രം പിയേഴ്സ് അല്ലെ, അതിങ്ങനെ മതിയോ, കാണില്ലല്ലോ അല്ലെ, ഓക്കെ അല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞത് മോശമായോ, അപ്പൊ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്താണ് ചോദിക്കുക കാര്യമായിട്ട്. പിയർ ഇൻഫ്ലുവൻസ് ഗ്രോസ് വിത്ത് ഏജ്. അപ്പൊ നമ്മളെ ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഓടാനൊന്നും പോകണ്ട, പെണ്ണല്ലേ എന്നുള്ളതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ പറയും. അങ്ങനെയല്ലാതെ അതിന് കഴിവുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രോത്സാഹനം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. പിയേഴ്സ് റീഇൻഫോഴ്സ് ട്രഡീഷണൽ ജെൻഡർ റോൾസ്. പിയർ ഇൻഫ്ലുവൻസ് പീക്സ് ഡ്യൂറിങ് അഡോളസൻസ്.
അതുപോലത്തെ ഈ ഒരു അഡolescent പീരിയഡിൽ ഒരു 8th 9th 10th ഈ ജെൻഡർ കോൺഷ്യസ്നെസ് വല്ലാതെ വരുന്നത്. അപ്പോൾ സ്ത്രീകളാണോ ആണാണോ അവരുടെ മുമ്പിൽ അത് ചെയ്യാൻ പാടില്ല, അവർക്കൊക്കെ അത് ചെയ്യാം ഇത് ചെയ്യാം, ഇങ്ങനത്തെ കുട്ടികളുടെ ഈ ഒരു മോൾഡിങ് നടക്കുന്ന ഒരു ഏജാണ് അഡolescent ഏജ്. ആ സമയത്ത് പക്ഷെ ആക്ച്വലി നമ്മൾ എന്താണ്, ജെൻഡർ ഇക്വാലിറ്റിയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത്, നോട്ട് ജെൻഡർ ബയാസ്. ദാറ്റ് വേസ് ടു ഇംപ്രൂവ് ജെൻഡർ പാരിറ്റി. എന്തൊക്കെയാണ് അതിന് പറ്റുന്ന കാര്യങ്ങൾ? ഡെവലപ്പ് ജെൻഡർ ജസ്റ്റ് കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്ക്, നമ്മൾ പറഞ്ഞു. പ്രൊമോട്ട് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ ആക്ടിവിറ്റീസ്. ദെൻ റോൾ ഓഫ് പിയേഴ്സ് ഇൻ റീഇൻഫോഴ്സിംഗ് ജെൻഡർ പാരിറ്റി, അല്ലെ? ദെൻ പിയേഴ്സ് മോഡൽ ജെൻഡർ ബിഹേവിയർ, അതായത് പെൺകുട്ടികളായ ഇങ്ങനെ വേണം അല്ലെ, അവിടെ കാണരുത്, ആ രീതിയിലുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിയർ ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടുന്നത്. സ്റ്റുഡൻസ് ഇന്റേണലൈസ് പിയർ വാല്യൂസ്. സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്, ചെറിയ കുട്ടികൾ എസ്പെഷ്യലി ഈ അഡolescent ഏജിലൊക്കെ. പ്രീ സ്കൂൾ ടു ഹൈസ്കൂൾ സീസ് ഗ്രോവിംഗ് പിയർ ഇമ്പാക്ട്, അല്ലെ? അതായത് ഹൈസ്കൂൾ എത്തുമ്പോഴാണ് ഈ പിയർ ഇമ്പാക്ട്, ഫ്രണ്ട്സിന്റെ ഇമ്പാക്ട് കൂടുന്നത്. അഡolescents ബിഗിൻ ക്വസ്റ്റനിങ് ജെൻഡർ റോൾസ്. അതുപോലെ തന്നെ ജെൻഡർ റോൾസിനെ പറ്റിയിട്ട്, പെണ്ണുങ്ങളാണ് അല്ലെ, ഇപ്പൊ നമ്മള് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ് ആദ്യം നമുക്ക് പറഞ്ഞു തരുന്നത്. പിയർ ഗ്രൂപ്പ്സ് എഫക്ട് ഹാബിറ്റ്സ്, ഹോബീസ് ആൻഡ് അക്കാഡമിക്സ്. അതുപോലെ തന്നെ ഒരു ഹോബി തിരഞ്ഞെടുക്കുകയാണെങ്കിലും ഒരു അക്കാഡമിക്സ് എന്ത് തിരഞ്ഞെടുക്കുകയാണെങ്കിലും പിയർ ഗ്രൂപ്പ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിയർ ഇൻഫ്ലുവൻസ് അറ്റ് കൊളീജിയേറ്റ് ലെവൽ, അല്ലെ? കൊളീജിയേറ്റ് ലെവലിൽ എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കോളേജ് സ്റ്റുഡൻസ് തിങ്ക് ഇൻഡിപെൻഡന്റ്, കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളാണ്. പിയേഴ്സ് ഡിബേറ്റ് ആൻഡ് ചാലഞ്ച് ജെൻഡർ നോംസ്, അല്ലെ? കുറച്ചും കൂടെ ഒക്കെ ബോധമുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ജെൻഡർ നോംസിനെ പറ്റിയിട്ട് അവർ ഡിബേറ്റ്സ് ഒക്കെ നടത്തും, എന്താ പെൺകുട്ടികൾക്ക് ചെയ്താൽ രീതിയിൽ. സ്റ്റുഡൻസ് എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ്സ് ടു ട്രഡീഷണൽ റോൾസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രഡീഷണൽ റോളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റൂൾ ഫോളോ ചെയ്യാൻ അവർ താല്പര്യപ്പെടും. ജെൻഡർ ഇക്വാലിറ്റി കോൺസെപ്റ്റ്സ് ഡീപ്പൻ വിത്ത് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഈ ജെൻഡർ ഇക്വാലിറ്റി, എഡ്യൂക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റിയും ഉണ്ടാകും. റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ജെൻഡർ ഇക്വാലിറ്റി. ടീച്ചേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ടീച്ചേഴ്സ് ആർ റോൾ മോഡൽസ്, ഇൻഫ്ലുവൻസ് സ്റ്റുഡൻസ് ജെൻഡർ ആറ്റിറ്റ്യൂഡ്സ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഈ ജെൻഡർ ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ടീച്ചറിന് പറ്റും. ഷുഡ് അവോയ്ഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഇപ്പൊ ടീച്ചർ ഒരിക്കലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ക്ലാസ്സിൽ കാണിക്കാൻ പാടില്ല. Okay, because he or she should be the role model. Treat boys and girls equally in class. Encourage both genders to pursue goals. അല്ലെ? നന്നായിട്ട് പഠിക്കുക, അല്ലെ? നന്നായി പഠിക്കുന്നവരാണ് നല്ല മിടുക്കന്മാരും മിടുക്കത്തികളും, അല്ലാതെ ആണോ പെണ്ണോ എന്നുള്ളതല്ല. ടീച്ചേഴ്സ് റോൾ ഇൻ എംപവറിംഗ് ഗേൾസ്. ഗേൾസിനെ എംപവർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം? ബിൽഡ് ഗേൾസ് സെൽഫ് കോൺഫിഡൻസ്, അല്ലെ? ഈ ഗേൾസിന് സെൽഫ് കോൺഫിഡൻസ് കുറവാണ്, കാരണം അവർക്ക് അതിൽ നിന്നൊരു അവസരം വീട്ടിൽ നിന്നൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അത് ബിൽഡപ്പ് ചെയ്യേണ്ടത് ഡ്യൂട്ടി ടീച്ചറിൻ്റെതാണ്. അപ്പൊ ടീച്ചർ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. എൻകറേജ് ഗേൾസ് ടു കണ്ടിന്യൂ എഡ്യൂക്കേഷൻ. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർ പഠിപ്പ് നിർത്തുകയാണെങ്കിൽ ടീച്ചർ അവരെ സഹായിക്കുക, അവരെ എൻകറേജ് ചെയ്യുക പഠിക്കാനായിട്ട്. സപ്പോർട്ട് ഗേൾസ് ഹു ഡ്രോപ്പ് ഔട്ട് ടു റീജോയിൻ സ്കൂൾ. അതുപോലെ തന്നെ ഡ്രോപ്പ് ഔട്ട് ഗേൾസ് ഒക്കെ ഉണ്ട് വെച്ചാൽ അവരെ വീണ്ടും സ്കൂളിലേക്ക് റീജോയിൻ ചെയ്യിപ്പിക്കുക. ഹെൽപ്പ് ഗേൾസ് വിത്ത് വൊക്കേഷണൽ ട്രെയിനിങ്. അതുപോലെ തന്നെ അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുക, അവർക്ക് എന്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട്. ടീച്ചേഴ്സ് നീഡ് ജെൻഡർ സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. അതായത് ജെൻഡർ അനുസരിച്ച്, ജെൻഡർ സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ ജെൻഡർ ബയാസ് അല്ല ഉദ്ദേശിക്കുന്നത്, വീക്കർ സെക്സിന് മച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രീതിയിലൊരു അപ്രോച്ച് ആവണം ടീച്ചേഴ്സിന് ഉണ്ടാവേണ്ടത്. ദെൻ ജെൻഡർ സെൻസിറ്റീവ് ടീച്ചിങ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്? യൂസ് ജെൻഡർ ന്യൂട്രൽ കരിക്കുല ആൻഡ് ടെക്സ്റ്റ് ബുക്ക്. കരിക്കുലം ഡിസൈനേഴ്സ് ആണ് അത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ക്രിയേറ്റ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയറൺമെന്റ്സ്. അതായത് ഇൻക്ലൂസീവ്, നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പഠിച്ചിരുന്നു അല്ലെ? അതായത് എല്ലാവരെയും, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഒരു കരിക്കുലമാണ് ഉണ്ടാവേണ്ടത്. പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഈക്വാലിറ്റി. മനുഷ്യാവകാശങ്ങളും അതുപോലെ തന്നെ ഇക്വാലിറ്റിയും പ്രാവർത്തികമാക്കുന്ന ഒരു പഠനാന്തരീക്ഷം ഉണ്ടാകേണ്ടതാണ്. ദെൻ എൻഷുർ റെസ്പെക്ട് ഫോർ ക്ലാസ് റൂം ഇന്ററാക്ഷൻസ്, അല്ലെ? അതായത് പരസ്പരം ബഹുമാനിക്കുന്ന ഒരു ക്ലാസ് റൂം ഇന്ററാക്ഷൻ ആണ് ഉണ്ടാവേണ്ടത്. ഗൈഡ് സ്റ്റുഡൻസ് ടു ചലഞ്ച് സ്റ്റീരിയോടൈപ്സ്. സ്ത്രീകൾക്ക് അങ്ങനെ ആവാൻ പറ്റില്ല. എന്തുകൊണ്ടും ആവാൻ പറ്റില്ല. ഓക്കെ,
നമുക്ക് എക്സാമ്പിൾസ്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. കൽപ്പന ചൗള, അതുപോലെ സുനിത വില്യംസ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, അവർ മാത്രമല്ല കേട്ടോ, പല രീതിയിൽ പല പല എക്സാമ്പിൾസ് ഉണ്ട്, അവരൊക്കെ കാണിച്ചു കൊടുക്കാം. വൈ നോട്ട് അല്ലെ? ദെൻ റോൾ ഓഫ് കരിക്കുലം ഇൻ ജെൻഡർ ഇക്വാലിറ്റി. ഇനി കരിക്കുലത്തിന്റെ റോൾ എന്താണ്? കരിക്കുലം ഡിഫൈൻസ് എഡ്യൂക്കേഷണൽ കോണ്ടന്റ്. അതായത് കരിക്കുലം പഠിക്കുന്ന ഒരു കോണ്ടന്റ് ആണ് നമ്മൾ കരിക്കുലം എന്ന് പറയുന്നത്, പഠിക്കുന്ന രീതിയും കോണ്ടന്റും. ഷേപ്സ് വാല്യൂസ് ആൻഡ് സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അതിന് സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും വാല്യൂസും മൂല്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ പകുതി ശരിയായി. ഇറ്റ് ക്യാൻ റെഡ്യൂസ് ഓർ റീഇൻഫോഴ്സ് ജെൻഡർ ബയാസ് അല്ലെ? ജെൻഡർ ബയാസ് ഇല്ലാതെയാക്കാം. കരിക്കുലം നീഡ്സ് കണ്ടിന്യൂസ് റിവിഷൻ അല്ലെ? അതുകൊണ്ട് അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് റിവൈസ്ഡ് ആവണം കരിക്കുലം. മസ്റ്റ് റിഫ്ലക്ട് ഇവോൾവിംഗ് സൊസൈറ്റൽ വാല്യൂസ്. നമ്മൾ മാറുന്ന സൊസൈറ്റിയുടെ വാല്യൂസിനനുസരിച്ചിട്ട് നമ്മുടെ കരിക്കുലവും മാറിക്കൊണ്ടിരിക്കുന്നു. യുനെസ്കോ ഡയമെൻഷൻസ് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി. യുനെസ്കോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇക്വാലിറ്റി ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ അല്ലെ? സ്ത്രീയും പുരുഷൻ ഭേദമന്യേ രണ്ടുപേർക്കും എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ഇക്വാലിറ്റി ഇൻ ലേണിംഗ് പ്രോസസ്. പഠന കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇക്വാലിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ ഔട്ട്കംസ് അല്ലെ? എന്ന് വെച്ചാല് ഈ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം, അതായത് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇക്വാലിറ്റി ഓഫ് എക്സ്റ്റേണൽ റിസൾട്ട്സ്. അതുപോലെ തന്നെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ അനുഭവിക്കാനുള്ള ഇക്വാലിറ്റിയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയാണ്. ഇതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റി ടു വിതിൻ ആൻഡ് ത്രൂ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിലൂടെ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരിക. മേക്കിംഗ് കരിക്കുലം ജെൻഡർ ഈക്വൽ അല്ലെ? അതായത് എല്ലാ സബ്ജക്റ്റും ജെൻഡർ ന്യൂട്രൽ ആണെന്ന് ഉറപ്പുവരുത്തുക. അവോയ്ഡ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഇൻ ടെക്സ്റ്റ് ബുക്സ് അല്ലെ? സ്ത്രീകൾ ഇങ്ങനെയാവണം, പുരുഷന്മാർ ഇങ്ങനെയാവണം എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ സെന്റൻസ് ടെക്സ്റ്റിൽ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പ്രസന്റ് കണ്ടന്റ് റിലവന്റ് ടു ഓൾ ജെൻഡേഴ്സ് അല്ലെ? എല്ലാ ജെൻഡറിനും റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ടെക്സ്റ്റ് ബുക്കിലൂടെ പഠിപ്പിക്കുക. പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെ? ഇൻക്ലൂസീവ്, അതായത് സ്ത്രീകളെ മാത്രമല്ല ബാക്കി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സമൂഹത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിക്കുക. ഇൻവോൾവ് ഡൈവേഴ്സ് വോയിസസ് ഇൻ കരിക്കുലം ഡിസൈൻ. അതായത് പല ബഹുസ്വരത ഓക്കെ അതുണ്ടാവണം നമ്മുടെ കരിക്കുലത്തിൽ. ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ കരിക്കുലം. ഇനി കരിക്കുലത്തിലുള്ള ജെൻഡർ ഡിസ്പാരിറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡിസ്പാരിറ്റി പറഞ്ഞു വെച്ചാൽ അൺഈക്വാലിറ്റി. ട്രഡീഷണൽ കരിക്കുലർ റീഇൻഫോഴ്സ് സ്റ്റീരിയോടൈപ്സ് അല്ലെ? നമ്മള് ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്ത്രീ അല്ലെ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗ്രാമർ പഠിപ്പിക്കുന്ന സമയത്ത്, ഞാൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അതൊന്നുള്ള എക്സാമ്പിൾസ് ആണ് പറയാം. ഗ്രാമർ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഓക്കെ, ആൻഡ് ഷീ കുക്സ് വെൽ. She is cutting vegetables. Sita is cutting vegetables. Ram is playing football. Okay. അപ്പൊ എന്തുകൊണ്ട് എന്താണ് രാമന് വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൂടാ? ഓക്കെ, ഞാൻ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറയും ഏതെങ്കിലും ഒരു പുരുഷന്റെ പേര് വേണം, എന്നിട്ട് കട്ടിങ് വെജിറ്റബിൾസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് പറ്റില്ല? ഓക്കെ, രാം ഈസ് മേക്കിംഗ് വെരി ഗുഡ് ബിരിയാണി. റാം എന്ന് പറഞ്ഞ പ്രശ്നമാകുമെന്ന് എനിക്കറിയില്ല. വേറെ ഏതെങ്കിലും റിലിജിയൻ ന്യൂട്രൽ ആയിട്ടുള്ള പേരെടുക്കാം നമുക്ക്. രാഹുൽ ഈസ് മേക്കിംഗ് വെരി ഗുഡ് ബിരിയാണി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക? അപ്പൊ ഈ ഒരു കോൺഷ്യസ്നെസ് ഇറ്റ് ഷുഡ് ബി ദെയർ ഇൻ ദ സ്റ്റുഡൻസ് ഓൾസോ. പക്ഷെ പണ്ട് മുതലേ നമ്മൾ ഈ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. സം സബ്ജക്ട്സ് ആർ ലേബിൾഡ് ഫോർ ബോയ്സ് ഓർ ഫോർ ഗേൾസ് അല്ലെ? നിങ്ങൾ കൽപ്പന ചൗളയുടെ കഥ കേട്ടിട്ടുണ്ടോ? കൽപ്പന ചൗള ഇതുപോലെ ഫിസിസ്റ്റ് ആണ്. അതുപോലെ തന്നെ 37 എന്താണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് സെലക്ട് ചെയ്തത്. അന്ന് എഞ്ചിനീയറിംഗ് ആണ് സെലക്ട് ചെയ്യില്ല അത്ര. അപ്പം അതുകൊണ്ട് ഷി വാസ് ദി ഓൺലി വൺ ഗേൾ ഇൻ ദാറ്റ് കോളേജ്. ടീച്ചേഴ്സും അതുപോലെ തന്നെ എന്താ പറയാ പാരന്റ്സും ഒക്കെ ഒരുപാട് എതിർത്തതാണ്. പക്ഷെ അവരവരുടെ ഡിറ്റർമിനേഷനിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. അവരതന്നെ വേണമെന്ന് പറഞ്ഞു അതന്നെ പഠിച്ചു അല്ലെ? പിന്നെ അമേരിക്കയിലേക്ക് അല്ലെ? ഇവിടുന്ന് എന്താ പറയാ ഇത് പഠിക്കാൻ ഒരു വിസിറ്റിംഗ് പ്രൊഫസർ ആയിട്ട് പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ തന്നെ കുറച്ച് ദിവസം ജോലിക്ക് പോയി. ആ പൈസ കൊണ്ടാണ് അവർ അമേരിക്കയിലേക്ക് പോയത്. അതായത് പാരന്റ്സ് ഒന്നും സപ്പോർട്ടഡ് അല്ലായിരുന്നു. അപ്പൊ അവരുടെ ഡിറ്റർമിനേഷൻ ആണത്. ഓക്കെ,
അപ്പൊ അതാ പറയുന്നത്, ഇത് സ്ത്രീകൾക്ക് പറ്റില്ല. അപ്പൊ അതില് കൽപ്പന ചൗള പറയുന്നുണ്ട് അവരുടെ ഓട്ടോബയോഗ്രഫിയിൽ, അവരുടെ അച്ഛൻ പറയുന്നുണ്ട് എന്താണ്, ഗേൾസിന് പറ്റിയ പണിയല്ല എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാല്. കാരണം അത് ബോയ്സിനെ പറ്റൂ, അവരെ കൊണ്ടേ അത് പറ്റുള്ളൂ. ഗേൾസിനുള്ള ജോലിയാണ് ടീച്ചിങ്, അല്ലെ? സുഖമായിട്ട് ആഴ്ചയിൽ 5 ദിവസം പോയാൽ മതി, 2 ദിവസം വെറുതെരിക്കാം. ടീച്ചിങ് ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്, അതിനൊക്കെ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എഞ്ചിനീയർ ആവാൻ പോണ്ടാന്ന് വീട്ടിൽ നിന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് ചില സബ്ജക്ട് ഗേൾസിന് മാത്രമുള്ളതാണ്, ചിലത് ബോയ്സിന് മാത്രമുള്ളതാണ്. ദെൻ ടീച്ചിങ് സ്റ്റൈൽസ് വാരി ബൈ ജെൻഡർ അസംപ്ഷൻസ്. അതുപോലെ തന്നെ സ്റ്റൈലും ഡിഫറെന്റ് ആണ്, ടീച്ചിങ് സ്റ്റൈൽ. ആ, അതായത് ഓരോരുത്തരും ഇങ്ങനെയാണ്, അല്ലെ? ആ രീതിയിൽ പഠിപ്പിക്കാം. കരിക്കുലം ക്യാൻ ഇഗ്നോർ ഗേൾസ് ലേണിംഗ് നീഡ്സ്, അല്ലെ? പെൺകുട്ടികളല്ലേ, അവരിപ്പോ പഠിക്കൊന്നുമില്ല, അല്ലെ? പിന്നെ എന്താ പറയാ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരിക്കുലം എന്തിനാ ഉണ്ടാക്കുന്നത്? റീഫോം നീഡഡ് ഒരു ബാലൻസ്ഡ് റെപ്രസെന്റേഷൻ. കുറച്ചു കാലം മുമ്പ് വരെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇഷ്യൂ അല്ല, അതായത് നമ്മൾ PGക്കൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോഴേ ഗേൾസിനെ വല്ലാതെ എടുക്കില്ല. ഓക്കെ, പ്രത്യേകിച്ച് പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ള ഗേൾസിനെ എടുക്കില്ല. കാരണം 10 സീറ്റോ 12 സീറ്റോ ഒക്കെയാണ് ഒരു കോളേജിൽ ഉണ്ടാവുള്ളൂ പണ്ട് കേട്ടോ, PGക്ക്. അതന്നെ കേരളത്തില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ വിരലിൽ നിന്നാവുന്ന സ്ഥലത്തൊക്കെയാണ് PG കോഴ്സുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഗേൾസിനെ, പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ള ഗേൾസിനെ എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോ കല്യാണം കഴിച്ചു പോകും, ചേരും, ഇത് അവർ കല്യാണം കഴിക്കും, പിന്നെ ആ സീറ്റ് വേക്കന്റ് ആയിടും. ഒരാളുടെ അവസരമാണ് അവര് നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആലോചിച്ച് നോക്കി നോക്കൂ, അല്ലെ? കാരണം കല്യാണമാണ് അവിടെ ഇമ്പോർട്ടന്റ് ആളുകൾക്ക്, അതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അതുപോലെ തന്നെ ബാലൻസ്ഡ് ജെൻഡർ റിപ്രസെന്റേഷൻ, അല്ലെ? സ്ത്രീക്കും പുരുഷനും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്രസെന്റേഷൻ, പ്രാതിനിധ്യം ഉണ്ടാവണം. അപ്പൊ ഇതിന്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് നോക്കാം. ജെൻഡർ പാരിറ്റി മസ്റ്റ് ബി പ്രയോറിറ്റി ഇൻ എഡ്യൂക്കേഷൻ. ജെൻഡർ ഇക്വാളിറ്റി ആയിരിക്കണം എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രയോറിറ്റി, അല്ലെ? അതിന് പ്രയോറിറ്റി കൊടുക്കണം. സ്കൂൾസ്, പിയേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് കറിക്കുല ഓൾ പ്ലേ ക്ലിയർ റോൾസ്. ഇവരെല്ലാം കൂടി ചേർന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഈ ജെൻഡർ ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് എ ബെറ്റർ സൊസൈറ്റി. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീയും പുരുഷനും ഈക്വൽ ആയി കഴിഞ്ഞാൽ സൊസൈറ്റിയും ഇംപ്രൂവ് ആവും. സ്റ്റാർട്ട് വിത്ത് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് ഇൻ ക്ലാസ് റൂംസ്. അതുകൊണ്ട് തന്നെ ഈ പ്രാക്ടീസ് ക്ലാസ് റൂമിൽ തന്നെ തുടങ്ങുക. പ്രൊമോട്ട് അവയർനെസ് ആൻഡ് ട്രെയിനിങ് ഫോർ എഡ്യൂക്കേറ്റേഴ്സ്, അല്ലെ? അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുക, അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുക്കുക. അതുപോലെ തന്നെ മേക്ക് ദ സൊസൈറ്റി അവെയർ ഓഫ് ദിസ് ജെൻഡർ ഇക്വാളിറ്റി. ഇതിലൂടെയൊക്കെ നമുക്ക് ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ക്ലാസ് ഓൺ ജെൻഡർ ഇക്വാളിറ്റി. ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഇപ്പോഴും നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മള് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-80 കൊല്ലമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ഒരു വർഗം തന്നെയാണ് സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരുപാട് ഈ ജെൻഡർ ബയസ് മാറണം, അതിന് സൊസൈറ്റി മാറണം, ആദ്യം ഇൻഡിവിജ്വൽസ് മാറണം. ത്രൂ എഡ്യൂക്കേഷൻ ഇൻഡിവിജ്വൽസ് അടങ്ങുന്നതാണ് സൊസൈറ്റി മാറും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ കരിക്കുലത്തിലൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു നോക്കാം. ഇത് ഫസ്റ്റ് പാർട്ടാണ്, ഇതിന്റെ സെക്കൻഡ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.